ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രശസ്തമായ ചില വാക്കുകൾ ഇപ്രകാരമാണ്: വി ഹാവ് ടു ഡു ദ ബെസ്റ്റ് വി ക്യാൻ, ഇറ്റ്സ് അവർ സാക്രഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉത്തരവാദിത്തം അത് മാക്സിമം ഭംഗിയായിട്ട് ചെയ്യുക, അത് നമ്മുടെ വിശുദ്ധമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത്രമാത്രം ഭംഗിയായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം നിവർത്തിക്കുവാൻ നാം തയ്യാറാവുക. വലിയ നോമ്പിൻ്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാവുന്നുവല്ലോ. നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തി ദൈവത്തോട് അനുരൂപപ്പെടുന്ന, ദൈവഹിതത്തിനനുസരിച്ച് നമ്മെ ഒരു മനുഷ്യനാക്കി തീർക്കുന്ന ഒരു ദിവസങ്ങൾ, നോമ്പിൻ്റെ കാലയളവ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം കൃത്യതയുള്ളതാണ്, എത്ര ആത്മാർത്ഥതയുള്ളതാണ്, എത്ര ദൈവഹിതത്തിനോട് ചേർന്നതാണ്. ഒന്ന് ചിന്തിച്ച് കടന്നു പോകുവാൻ ഈ നോമ്പ് കാലയളവ് ഏറെ അനുഗ്രഹപ്രദമാണെന്ന് ചിന്തിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 2 കഥാപാത്രങ്ങൾ, ഒന്ന് വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം, പിന്നെ സഹോദര പുത്രനായിരിക്കുന്ന ലോത്ത്. രണ്ടുപേരുടെയും ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കുന്ന രണ്ടുപേരെയും, രണ്ട് മനോഭാവങ്ങളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. അവിടെ അബ്രഹാം തൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്തിനോട് ഇപ്രകാരം പറയുന്നുണ്ട്: ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നുവല്ലോ, എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് അബ്രഹാം പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അബ്രഹാമിൻ്റെ സ്നേഹവാത്സല്യത്തിലും അബ്രഹാമിൻ്റെ കാരുണ്യത്തിലുമൊക്കെ വളർന്നു വരുന്നതായ ലോത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോത്തിൻ്റെ ഭൃത്യന്മാരും അബ്രഹാമിൻ്റെ ഭൃത്യന്മാരും തമ്മിൽ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ വരുമ്പോൾ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം എല്ലാവിധ അധികാരങ്ങളുമുണ്ട്, എല്ലാവിധമായ പാരമ്പര്യപരമായിട്ടിരിക്കുന്ന ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവനാണ് ഈ അബ്രഹാം എന്ന് പറയുന്നത്. അദ്ദേഹം ലോത്തിനോട് പറയുകയാണ്: നീ ഇടത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, അവിടെ തർക്കമൊന്നും ആവശ്യമില്ല. ഇനി നിനക്കിഷ്ടം വലത്തോട്ട് പോകുന്നതിനാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പോയിക്കൊള്ളൂ, നീ എടുത്തുകൊള്ളൂ. സ്ഥലത്തർക്കവും സ്വത്ത് തർക്കവും ഒക്കെ അവിടെ നടമാടുന്ന സന്ദർഭങ്ങളിൽ ഒരു തർക്കവുമില്ലാതെ അബ്രഹാം അവിടെ തീരുമാനമെടുക്കുകയാണ്, ലോത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. തൻ്റെ ഉത്തരവാദിത്തം എത്ര ഭംഗിയായിട്ട് നിവർത്തിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട ഒരു ജീവിത ശൈലിയല്ലേ അബ്രഹാമിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത്? വിട്ടുകൊടുക്കുവാനുള്ളൊരു മനസ്സ്, സഹോദരന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ചില പെയിനിലൂടെ, ചില വേദനയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു ദൈവത്തോട് ചേരുന്ന ഒരു സ്വഭാവം നമുക്ക് ഈ നോമ്പിൽ സ്വായത്തമാക്കേണ്ടി. അവിടെ ലോത്ത് എന്താണ് തിരഞ്ഞെടുത്തതെന്ന് 11-ാം വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ലോത്ത് യോർദാൻ അക്കരെയുള്ള നീരോട്ടമുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഫലഭൂഷ്ടിയുള്ള, നീരോട്ടമുള്ള, അവിടെ എന്തും കൃഷി ചെയ്താൽ അതെല്ലാം ഫലം കായ്ക്കുമെന്ന് ലോത്തിനറിയാം. ലോത്ത് ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? നീരോട്ടമുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അങ്ങനെ ലോത്തും അബ്രഹാമും തമ്മിൽ പിരിഞ്ഞുവെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കിക്കേ. ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് തനിക്ക് പ്രയോജനമുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുത്തു. തന്നെ സ്നേഹിച്ച്, തന്നെ പരിപാലിച്ച്, തന്നെ വളർത്തിക്കൊണ്ടുവന്നതായ അബ്രഹാം പിതാവുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല സ്ഥലം കൊടുക്കണമെന്നോ നല്ല പ്രദേശം കൊടുക്കണമെന്നോ ലോത്തിൻ്റെ മനസ്സിൽ തോന്നിയില്ല. ലോത്ത് യോർദാൻ അക്കരെയുള്ള നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ലോത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നോ അതെയോ അബ്രഹാമിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നോ? പഴയ നിയമത്തിൽ യഹൂദന്മാർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യ കഥ ഇപ്രകാരം വായിക്കാനിടയായിത്തീർന്നു. യഹൂദന്മാരുടെ ഇടയിൽ 2 സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നു. അതിൽ ജ്യേഷ്ഠൻ
വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന് 6 കുട്ടികളുണ്ടായിരുന്നു. അനുജൻ അവിവാഹിതനാണ്. രണ്ടുപേരും കൃഷി ചെയ്ത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുല്യമായി പങ്കിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അനുജൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് തുല്യമായി പങ്കിടുന്നത് അത് സത്യമല്ലല്ലോ, അത് നീതിയല്ലല്ലോ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 6 കുട്ടികളുണ്ട്. ഈ പകുതി വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് അത് മതിയാവുകയില്ല. പക്ഷെ അദ്ദേഹത്തോട് അല്പം കൂടുതൽ എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടാലോ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജ്യേഷ്ഠൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ അനുജൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി മുതൽ എൻ്റെ ധാന്യപ്പുരയിൽ നിന്ന് ഓരോ ചാക്ക് ധാന്യം വീതം ഞാൻ ജ്യേഷ്ഠൻ്റെ ധാന്യപ്പുരയിൽ ജ്യേഷ്ഠൻ അറിയാതെ കൊണ്ടു ചെന്നിടും. ഇപ്പോൾ ജ്യേഷ്ഠൻ അതും കൂടെ എടുത്ത് ഉപയോഗിച്ചോളൂല്ലോ, ജ്യേഷ്ഠൻ അറിയില്ലല്ലോ, ജ്യേഷ്ഠനൊരു കുറവും വരരുതല്ലോ. ജ്യേഷ്ഠൻ അറിയാതെ ജ്യേഷ്ഠനെ സഹായിക്കാനായിട്ട് അനുജൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയം തന്നെ ജ്യേഷ്ഠൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെ തുല്യമായി പങ്കിടുന്നത് അത് സത്യമല്ല, നീതിയല്ല. കാരണം എൻ്റെ വാർദ്ധക്യകാലത്ത് എന്നെ ശുശ്രൂഷിക്കുവാനായി എൻ്റെ ഭാര്യ ഉണ്ടാകും, എൻ്റെ മക്കളുണ്ടാകും. പക്ഷേ എൻ്റെ അനുജൻ അവൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത്, അവൻ ആരും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവനോട് അല്പം കൂടുതൽ എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ എൻ്റെ ധാന്യപ്പുരയിൽ നിന്ന് ഓരോ ചാക്ക് ധാന്യം വീതം അനുജനറിയാതെ അനുജൻ്റെ ധാന്യപ്പുരയിൽ കൊണ്ടു ചെന്നിടും. ജ്യേഷ്ഠനും ഇങ്ങനെ ചിന്തിച്ചു. ജ്യേഷ്ഠൻ ഇത് ചെയ്തു പോന്നു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. രണ്ടുപേരുടെയും ധാന്യപ്പുരയിൽ നിന്ന് ഒരു കുറവും കാണുന്നില്ല. അവർ അത്ഭുതപ്പെടുകയാണ്. ഓരോ ചാക്ക് ധാന്യം എടുക്കും തോറും ആ കുറവ് അവിടെ അനുഭവപ്പെടുന്നില്ല. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? രണ്ടുപേരും ഇതൊന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി തലയിൽ ധാന്യച്ചാക്കുമായി അനുജൻ്റെ ധാന്യപ്പുരയിലേക്ക് ജ്യേഷ്ഠൻ കടന്നു വരുമ്പോൾ എതിരെ അനുജനും തലയിൽ ചാക്കുമായിട്ട് ജ്യേഷ്ഠൻ്റെ ധാന്യപ്പുരയിലേക്ക് വരികയാണ്. ഒരു സ്ഥലത്ത് വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടി. രണ്ടുപേർക്കും പുറത്ത് പറയാതെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. രണ്ടുപേരുടെയും തലയിൽ ചാക്കുകൾ വീണു. രണ്ടുപേര് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പരസ്പരം സ്നേഹിക്കുന്ന സഹോദരൻ്റെ ആ സഹോദര സ്നേഹത്തിൻ്റെ തീവ്രമായ രംഗം ആ നടന്ന സ്ഥലത്താണ് യെരുശലേം ദൈവാലയം പണിയുവാനായിട്ട് യഹോവയായി ദൈവം സ്ഥലം തിരഞ്ഞെടുത്തത് എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യ കഥ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ സഹോദര സ്നേഹം എത്രമാത്രമുണ്ട്. സഹോദരത്തിന് വേണ്ടി ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുവാൻ, ഒന്ന് വിട്ടുകൊടുക്കുവാൻ, ഒന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സൃഷ്ടിയാവുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നും മാറി നിൽക്കാൻ, ഒന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോത്തിനെ പോലെ നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്ത് എനിക്ക് വേണമെന്ന് പറയുന്ന ഒരു മനോഭാവക്കാരാണ് നാം ഓരോരുത്തരും. ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ലോകത്ത് ഈ കാലഘട്ടത്തിലെ സമൂഹത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് മാഫിയ സൊസൈറ്റി എന്ന് പറയും. മാഫിയ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് കൂടി എനിക്ക് വേണം, ഞാൻ സമ്പാദിച്ചിട്ടുള്ളതൊക്കെ അത് എനിക്ക് വേണം, അത് കൂടാതെ നിന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതുകൂടി എനിക്ക് വേണം. മാഫിയ സംസ്കാരം, മാഫിയ സൊസൈറ്റി. രണ്ടാമത്തേതെന്ന് പറയുന്നത് സോഫിയ സൊസൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത്, ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്, എനിക്കുള്ളതൊക്കെ എനിക്ക്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, നിൻ്റെ കാര്യം നിനക്ക്, നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. സോഫിയ സൊസൈറ്റി. മൂന്നാമത്തേത് ഗ്ലോറിയ സൊസൈറ്റി എന്ന് പറയും. ക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ള സംസ്കാരം. നിനക്കുള്ളത് നിനക്ക് തന്നെ, എനിക്കുള്ളത് കൂടി നിനക്ക് കൂടി അർഹതപ്പെട്ടതാണ്. ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ജീവിതം കൂടി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സങ്കടത്തിലൂടെ പോകേണ്ടവനല്ല നീ എന്നുള്ളത് അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ള ആ ഗ്ലോറിയ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഇതിലേത് വിഭാഗത്തിൽ വരുന്നതാണെന്നുള്ളത് ഈ നോമ്പ് കാലഘട്ടത്തിലൊന്ന് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അബ്രഹാം അവിടെ ലോത്തിന് വേണ്ടി ഒന്ന് മാറിക്കൊടുക്കുക. നീ ഏത് വേണമെങ്കിലും എടുത്തോ, നീ എടുക്കുന്നതിൻ്റെ തിരിച്ച് ഞാൻ എടുത്തോളാം, നിനക്ക് വേണ്ടാത്തത് ഞാൻ എടുത്തോളാം.
നീരോട്ടമുള്ള പ്രദേശം ലോത്ത് തിരഞ്ഞെടുത്തു. അബ്രഹാം കനാൻ ദേശം തിരഞ്ഞെടുത്തുവെന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം കനാൻ ദേശം തിരഞ്ഞെടുത്തു. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ ആ ദേശത്തിന് നെടുകയും കുറുകയും നടക്കുക, പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നടക്കുക, തെക്കോട്ടും വടക്കോട്ടും നടക്കുക, ആ ദേശമൊക്കെയും ഞാൻ നിനക്ക് തരും, നിന്നെ അനുഗ്രഹിക്കുമെന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു. അബ്രഹാം കനാൻ നാട് തിരഞ്ഞെടുത്തു. അവിടെ അത്ര ഫലപുഷ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, അത്രയും ഒരു നല്ല പ്രദേശമായിരുന്നില്ല. ലോത്ത് തിരഞ്ഞെടുത്തത് നീരോട്ടമുള്ള യോർദാൻ അക്കരെയുള്ള പ്രദേശമായിരുന്നു. മോശപ്പെട്ടത് ആർക്ക് കൊടുത്തു? അബ്രഹാമിന് ലോത്ത് കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളർത്തിയവരെ തളർത്തുന്നവരാണോ നമ്മൾ? നമ്മളെ നാമാക്കി തീർത്തവരെ നമ്മൾ തെരുവിലേക്ക് വലിച്ചെറിയുകയാണോ ചെയ്യുന്നത്? ലോത്തിനെ പോലെ അധിക സ്വത്തിനും പണത്തിനൊക്കെ വേണ്ടി നമ്മൾ അവരെ ഇങ്ങനെ വൃത്തസദനത്തിലേക്ക് അടച്ചിടുകയാണോ? ഈ അടുത്ത കാലഘട്ടത്തിൽ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത നിങ്ങളേവരും വായിച്ചു കാണും. വിദേശങ്ങളിലും മറ്റു പലയിടത്തും താമസിക്കുന്നതായ മക്കൾ മാതാപിതാക്കളെ വൃത്തസദനങ്ങളാക്കി കഴിഞ്ഞതിന് ശേഷം അവർ മരിച്ചു കഴിയുമ്പോൾ വരാൻ പോലും വരാത്ത എത്രയോ മക്കളുണ്ടെന്നുള്ളത് ഒരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. അല്ലേ? നമ്മളാക്കി തീർത്ത നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ വേണ്ടപ്പെട്ടവർ എവിടെയാണ്? നമ്മളാക്കി തീർത്തപ്പോൾ അവരെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് നമുക്ക് നീരോട്ടമുള്ള പ്രദേശം ലോത്തിനെ പോലെ തിരഞ്ഞെടുക്കുന്നവരായിരുന്നോ നമ്മൾ? ശാന്തമായിട്ട് നമുക്ക് ഈ നോമ്പ് കാലഘട്ടം ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമല്ലേ? സഹോദരന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ സഹോദരനെ സ്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വസ്തുതർക്കത്തിൻ്റെ പേരിൽ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പിണങ്ങി മാറി സംസാരിക്കാതിരിക്കുന്നുണ്ട്. എത്രയോ ഭവനങ്ങളിൽ ഈ അപ്പനും മക്കളും സഹോദരങ്ങളും തമ്മിൽ സംസാരിക്കാതിരിക്കുന്നുണ്ട്. ഈ ഒരു നോമ്പ് കാലഘട്ടം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അബ്രഹാമിൻ്റെ വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണ്ടേ? അങ്ങനെ വിട്ടുകൊടുക്കുന്ന മനോഭാവത്തിലേക്ക് വന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മോശ ഇസ്രായേൽ ജനങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ കനാൻ നാട് ഉറ്റുനോക്കുവാനായിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ കനാൻ നാട് ഉറ്റുനോക്കുവാൻ വേണ്ടി അയച്ചു കഴിയുമ്പോൾ ആ നാട്ടിൽ പോയി അന്വേഷിച്ച് തിരിച്ചു വരുന്ന പ്രഭുക്കന്മാർ രണ്ട് മല്ലന്മാരെ ഉപയോഗിച്ച് മുന്തിരി കൊല ചുമന്നുകൊണ്ട് വരികയാണ്. മാതളവും മുന്തിരിയും കൊണ്ട് അത്രമാത്രം പേര് കേട്ട, അത്രമാത്രം വിളവുകൾ ലഭിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഈ കനാൻ പ്രദേശമായി തീർന്നു. ഫലഭീഷ്ടിയുള്ള തേനും പാലും ഒഴുകുന്ന നാടെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അബ്രഹാം ആ വിട്ടുകൊടുത്തിട്ടും ആ പാഴ്ശൂന്യമായിരുന്ന ആ പ്രദേശം അബ്രഹാം തിരഞ്ഞെടുത്തെങ്കിൽ പോലും ആ ദേശം എത്രമാത്രം അനുഗ്രഹകരമാക്കി ദൈവമാക്കി തീർത്തു എന്ന് നമുക്ക് ആ മോശയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം അത്രമാത്രം വലുതായിരിക്കും. വിട്ടുകൊടുക്കുമ്പോൾ, താണുകൊടുക്കുമ്പോൾ. നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. മറിച്ച് ലോത്തിന് സംഭവിച്ചത് എന്താണ്? 19-ാം അധ്യായം പരിശോധിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലോത്തിൻ്റെ പെൺമക്കൾ ലോത്തിന് മദ്യം കൊടുത്തിട്ട് ലോത്തിൻ്റെ കൂടെ ശയിക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ ലോത്തിൻ്റെ പെൺമക്കളിൽ ലോത്തിന് 2 മക്കൾ ജനിക്കുകയാണ്. മോവാബ്, ബെന്യാമീൻ എന്ന് പറയും. മോവാബ് എന്ന് പറയുന്നത് മോവാബ്യരുടെ പിതാവാണ്. ബെന്യാമീൻ എന്ന് പറയുന്നത് അമ്മോന്യരുടെ പിതാവാണ്. ഇവർ രണ്ടുപേരും പുറജാതി കുലങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു അമ്മോന്യനോ ഒരു മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നോക്കിക്കേ, സ്വത്തൊക്കെ ഇങ്ങനെ അടക്കിപ്പിടിച്ച് തന്നെ വളർത്തി വലുതാക്കിയതായ, തന്നെ താനാക്കി തീർത്തതായ അബ്രഹാം പിതാവിനെ തള്ളിക്കളഞ്ഞിട്ട് ബുദ്ധിപൂർവം നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്ത ലോത്ത് വീണ്ടും ഈ ലോത്ത് ഇങ്ങനെ സോദോം വരെ ഇങ്ങനെ നീക്കി കൂടാരം അടിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോത്ത് ഇങ്ങനെ ഈ സോദോം വരെ ഇങ്ങനെ പാപി ദുഷ്ടന്മാരൊക്കെ പാർത്തിരുന്നതായ ഒരു സ്ഥലം അതുവരെ ഇങ്ങനെ നീക്കി അടിച്ചു. തൃപ്തിയാകുന്നില്ല.
വീണ്ടും വീണ്ടും സ്വത്തിനോടുള്ള ആർത്തിയായിരുന്നു ലോത്തിനുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ നീക്കിയടിച്ചു, നീക്കി 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 സ്വത്തൊക്കെ സമ്പാദിച്ചു കൂട്ടി. പക്ഷെ ലോത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ലോത്തിൻ്റെ പെൺമക്കളിൽ നിന്ന് ജനിച്ചതായ 2 മക്കൾ, അമോന്യരും അതുപോലെ തന്നെ മോവാബ്യരും, ആ വിഭാഗക്കാർ, പുറജാതികൊല്ലം, അവർ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് യഹോവയെ ദൈവം അരുളി ചെയ്യുകയാണ്. 10 തലമുറ പോലും ആ യഹോവയുടെ മുൻപാകെ വരാൻ അർഹതയില്ല എന്ന് അവരെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ നമുക്ക് വിനയായി തീരുന്നുണ്ടോ? നോമ്പ് കാലഘട്ടം ഒന്ന് പരിശോധിക്കാം. ഒന്ന് വിട്ടുകൊടുക്കുവാനും ഒന്ന് താണുകൊടുക്കുവാനും ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ ദൈവം എനിക്കെല്ലാം തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കില്ലേ? അബ്രഹാമിൻ്റെ ജീവിതമാണോ ലോത്തിൻ്റെ ജീവിതമാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്? ഇന്ന് ഇങ്ങനെ സ്വത്തിൻ്റെ പേരിലൊക്കെ അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലൊക്കെ വസ്തു തർക്കവും അല്ലെങ്കിൽ സഹോദരങ്ങളോടുള്ള ശിഥിലമായ ബന്ധത്തിലേക്ക് കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള നാശങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതായ ഒരു പെൺകുട്ടി, അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും അവൾ വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കും. തിങ്കളാഴ്ച രാവിലെ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ വീട്ടുകാരുമൊക്കെ സന്തോഷത്തിൽ ഈ 2 ദിവസങ്ങൾ അവളായിരിക്കും. ഒരു ദിവസം ഇതുപോലെ തന്നെ വെള്ളിയാഴ്ച അവൾ വീട്ടിലേക്ക് വന്നു. 2 ദിവസം മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് പോയി. 10-11 മണിയായപ്പോഴും കോളേജിൽ നിന്ന് ഫോൺ വന്നു, മകൾ ഇതുവരെ സ്കൂളിൽ എത്തിയിട്ടില്ല. വേഗം ഹോസ്റ്റലിലേക്ക് വിളിച്ചു, ഹോസ്റ്റലിലും എത്തിയിട്ടില്ല. എവിടെ പോയി എന്തായി എന്നറിയില്ല. അവളുടെ ഒരു ഫോൺ കോൾ പോലുമില്ല. അങ്ങനെ വീട്ടുകാർ ആകെ അങ്കലാപ്പിലിരിക്കുമ്പോൾ ഇനി വൈകുന്നേരമായിട്ടും കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് കാണുന്നത്, അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന്. നോക്കിക്കേ, കുടുംബത്തിൽ 2 ദിവസം മുമ്പ് മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒപ്പം സന്തോഷത്തോടുകൂടി കഴിഞ്ഞ് ഉള്ളിൽ അവളുടെ മനസ്സിൽ ഇതായിരുന്നു എന്ന് ഒരാൾ പോലും മനസ്സിലായില്ല. കുടുംബ ശിഥിലീകരണത്തിലേക്ക് പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. സ്വത്ത് തർക്കവും പണത്തർക്കവും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ നല്ല രീതിയിലല്ലാതെ വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനെ തന്നെ തളർത്തിക്കളയുന്ന സംഭവങ്ങൾ അനുദിനം നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ. ഇത്രയും നാളുകൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ മക്കൾ വീട് വിട്ടിറങ്ങിപ്പോകുന്നു. അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ അവർ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. നമ്മളുടെ ലക്ഷ്യം എന്താണ്? വാഹനമോടിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുമ്പിലുള്ള റോഡാണ്. പക്ഷേ ഈ ലോകത്തിൻ്റേതായ മനോഹാരിത നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഇയാൾ കടന്നു പോകുമ്പോൾ അയാൾ ആ ശ്രദ്ധ മാറിപ്പോയാൽ അതായത് ജീവിതം അപകടപ്പെടും, അവരുടെ കാർ അപകടപ്പെടും, വാഹനം അപകടപ്പെടും. എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും വസ്തുവിന്മേൽ നമ്മൾ ഭ്രമിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ അവതാളത്തിലാകും. 2 കാര്യങ്ങൾ, 2 പേരുടെ ജീവിതമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതം. നമുക്കറിയാം അബ്രഹാം എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്നു എന്ന്. ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ പറയുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലേ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ, മണലിലെ മണൽത്തരി പോലെ മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ദൈവമായതുകൊണ്ട് ഒരു വാക്കുപോലും അവിശ്വസിച്ചില്ല. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം, വിശ്വാസികളുടെ പിതാവ്. മാനുഷിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം നടക്കില്ല. വൃദ്ധയായിരിക്കുന്ന സാറ എങ്ങനെ മക്കളുണ്ടാകും? പക്ഷേ വാഗ്ദത്തത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടാണ് വിട്ടുകൊടുക്കുവാനും താണുകൊടുക്കുവാനും ഉള്ളൊരു മനസ്സ് അബ്രഹാമിനുണ്ടായത്. തൻ്റെ മകനെപ്പോലും ബലി കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങുമ്പോഴും സാറയോടുപോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത മനവേദനയിലൂടെ പോയപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം മുന്നേറി. അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടായി. അവനാ ഉപേക്ഷിക്കപ്പെട്ട പാഴ്ശൂന്യമായിരുന്ന സ്ഥലം തിരഞ്ഞെടുത്തെങ്കിൽ പോലും അത് ഫലപുഷ്ടിയുള്ള പ്രദേശമാക്കി ദൈവം ആക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് വിട്ടുകൊടുക്കുന്നൊരു മനോഭാവം ഉണ്ടാകട്ടെ. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പിറുപിറുക്കാതെ സ്വയം സ്വീകരിക്കുവാൻ. ദൈവം തന്നതല്ലാതെ ഒന്നും നമുക്കില്ലല്ലോ.
അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അല്പമൊന്ന് വഴിമാറിക്കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മൾ വിനിയോഗിക്കുക. മറിച്ച് ലോത്തിൻ്റെ മനോഭാവമാണോ എനിക്ക് ഉള്ളതും കൂടി എനിക്ക്, നിനക്കുള്ളതും കൂടി എനിക്ക് എന്നുള്ളൊരു ചിന്ത. അത്രയും സ്നേഹിച്ച് തനിക്ക് വേണ്ടി വിട്ടുതരുന്ന ആ അബ്രഹാമിനെ ഒന്ന് സ്നേഹിക്കാൻ ലോത്തിന് സാധിക്കുന്നില്ല. നമുക്കറിയാം ലോത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്ന അനുഭവങ്ങളൊന്നും അത്ര സുഖകരമല്ല. ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അവൻ്റെ ഉത്തരവാദിത്വം അവൻ വ്യക്തമായിട്ട് ചെയ്യാതിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടും അറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമായിരുന്നു. അബ്രഹാമിൻ്റെ ഉത്തരവാദിത്തം വിശ്വസ്തയോട് നിർവഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒരു മാറ്റം ഇതിലൂടെ ഉണ്ടാകണ്ടേ? ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുവാൻ, ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് മാറി നിൽക്കുവാൻ, ചില തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ദൈവം തരുമെന്ന വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാൻ അത് നമുക്ക് സാധിക്കണ്ടേ? അതിനായിട്ട് ഇന്നത്തെ ചിന്ത മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എത്ര കാലം നമ്മൾ ലോകത്തുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പറയുവാനോ പ്രവചിക്കാനോ സാധിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഇവരെ നമ്മളൊരു കേവലം കുറച്ച് നാളുകൾ മാത്രം താമസിക്കേണ്ടവരാണ്. അപ്പം ഇവിടെ നമുക്ക് അതിരുകവിഞ്ഞ ആർത്തി ഒന്നിനോടും പാടില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നമ്മളിലൂടെ നിറവേറ്റ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ദൈവം ഒരാളെപ്പോലും വേദനിപ്പിക്കാതെ ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ഒക്കെ അവിടുത്തെ ഹിതമനുസരിച്ചായിത്തീരണമെന്നും എനിക്ക് തന്നിട്ടുള്ളതെല്ലാം അവിടുന്ന് തന്നിട്ടുള്ളതാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ എന്നെ ഒരുക്കണമേ എന്നൊക്കെ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക് വരാനും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാനും പ്രത്യാശയും വിശ്വാസം നമ്മളിൽ നിറയ്ക്കുവാനും ഈ ചിന്ത നമുക്ക് മുഖാന്തരമായി തീരട്ടെ. അതിനായി ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വി ഹാവ് ടു ഡു ദ ബെസ്റ്റ് വി ക്യാൻ. ഇറ്റ്സ് അവർ സാക്രഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. അത് ഒരു മാനുഷികമായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അത്രമാത്രം ആത്മാർത്ഥതയോടെ, അത്രമാത്രം സമർപ്പണത്തോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ക്രിസ്ത്യാനി എന്നതിലെ ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുവാൻ ഈ ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ജീവിതം നമുക്ക് പ്രേരിതമായി തീരട്ടെ. ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.